കാസർഗോഡ് പടന്നയിലെ ശൈശവ വിവാഹത്തിൽ തന്നെ തെറ്റിദ്ധരിപ്പിച്ചെന്ന് ആവർത്തിച്ച് അഴീക്കൽ ജുമാ മസ്ജിദ് ഖത്തീബ് റഹ്മത്തുള്ള പെൺകുട്ടിയുടെ പ്രായത്തെക്കുറിച്ച് അറിവില്ലായിരുന്നു. മതപരമായ വിവാഹം തന്നെയാണ് നടന്നതെന്നും റഹ്മത്തുള്ള പ്രതികരിച്ചു. അത് വിശദമായിട്ട് മുമ്പ് ആ ചൈൽഡിന് കൊടുത്തതുപോലെ തന്നെ വിശദമായി കാര്യങ്ങൾ അത് നടന്ന കാര്യങ്ങളൊക്കെ വിശദീകരിച്ച് കൊടുത്തിട്ടുണ്ട്. ഇവിടെ സാധാരണ നടക്കാറുള്ളത് പോലെ തന്നെ നിക്കാഹ് നമ്മളൊന്നും അറിയലില്ല. ഒരു ഇന്ന സമയത്ത് നിക്കാഹ് ഉണ്ടെന്ന് പറയും, ആ സമയത്ത് നമ്മൾ പോയി ചെയ്തു കൊടുക്കലാണ്. അപ്പോൾ ആ വിഷയത്തിൽ ഇതും അങ്ങനെ തന്നെ നടന്നിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ പെണ്ണിൻ്റെ പ്രായമോ കാര്യങ്ങളോ മറ്റോ ഒന്നും നമ്മൾ അറിയലുമില്ല, നമ്മളത് വരെ അറിയിക്കലുമില്ല. ഇത് കഴിഞ്ഞതിന് ശേഷമാണ് ഇതൊക്കെ അറിയുന്നത്. അപ്പോൾ അതുകൊണ്ട് ആ വിഷയത്തിൽ നമുക്കതിൽ പങ്കില്ല, അത്രേ ഉള്ളൂ. മതപരമായിട്ട് വിവാഹം കഴിഞ്ഞു എന്ന് പറയാം. അതന്നെ ഇപ്പോൾ റെക്കോർഡിക്കലില്ലാത്തതുകൊണ്ട് ഇപ്പോൾ നിയമപരമായിട്ട് നമുക്ക് എന്തില്ല, അത് വിവാഹമാണെന്ന് സ്ഥിരപ്പെടുത്താനുള്ള രേഖകളൊന്നുമില്ല. പ്രദീപ് നാരായണൻ ചേരുന്നുണ്ട് കാസർഗോഡ് നിന്ന്. പ്രദീപ്, എന്തൊക്കെയാണ് വിവരങ്ങൾ? കഴിഞ്ഞ 13-നാണ് 16-കാരിയും 28-കാരനായ പ്രവാസി യുവാവും തമ്മിലുള്ള വിവാഹം പടന്ന എടച്ചാക്കൈ അഴിക്കാൽ ജുമാ മസ്ജിദിൽ വെച്ച് നടന്നത്. എന്നാൽ ആ വാർത്ത പുറത്തു വന്നതിന് പിന്നാലെ അങ്ങനെ ഒരു വിവാഹം നടന്നിട്ടില്ല, ഒരു വിവാഹ നിശ്ചയം മാത്രമാണ് നടന്നതെന്ന തരത്തിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ ആ പ്രദേശത്ത് ഒരു കാര്യം പ്രചരിച്ചിരുന്നു. എന്നാൽ അത് തീർത്തും തെറ്റാണ്, മതപരമായ വിവാഹം തന്നെയാണ് നടന്നതെന്ന് ആവർത്തിക്കുകയാണ് ഇപ്പോൾ ആ പള്ളി ഖത്തീബ്, വിവാഹം നടത്തിക്കൊടുത്ത പള്ളി ഖത്തീബ് റഹ്മത്തുള്ള. അദ്ദേഹം ഇന്ന് പോലീസിന് ഇത്തരത്തിൽ മൊഴി നൽകിയിട്ടുണ്ട്. ഇന്ന് രാവിലെയാണ് ചന്ദേര പോലീസ് അദ്ദേഹത്തിന് മൊഴിയെടുക്കാൻ എത്തിയത്. നേരത്തെ ചൈൽഡ് ലൈനിനോടും ബാലവിവാഹ നിരോധന ഓഫീസറോടും ഇദ്ദേഹം ഇതേ മൊഴി തന്നെ പറഞ്ഞിരുന്നു. അതിന്റെ വീഡിയോ ദൃശ്യങ്ങൾ ഉൾപ്പെടെ കഴിഞ്ഞ ദിവസം നമ്മൾ പുറത്തുവിട്ടതാണ്. 13-ന് ഈ വിവാഹം നടന്നു. പക്ഷേ ഈ വിവാഹം നടക്കുന്ന സമയത്ത് ഒരിക്കലും പെൺകുട്ടിയുടെ പ്രായം എത്രയാണെന്ന് തനിക്ക് അറിഞ്ഞിരുന്നില്ല, അല്ലെങ്കിൽ ഈ ജുമാ മസ്ജിദ് കമ്മിറ്റി സെക്രട്ടറി തന്നോട് പറഞ്ഞിരുന്നില്ല. അദ്ദേഹം പറഞ്ഞു താൻ വിവാഹം നടത്തി കൊടുക്കുക മാത്രമാണ് ചെയ്തതെന്നാണ് ഇപ്പോൾ ഖത്തീബ് റഹ്മത്തുള്ള പറയുന്നത്. എടുത്തു പറയേണ്ടുന്ന ഒരു കാര്യം, ഈ പെൺകുട്ടിയുടെ നാട്ടിലെ പള്ളിയിൽ വെച്ച് വിവാഹം നടത്താൻ പോയപ്പോൾ ആ പള്ളി അധികൃതർ ഈ പെൺകുട്ടിയുടെ പ്രായം സംബന്ധിച്ച വിവരങ്ങൾ ആരാഞ്ഞിരുന്നു. എന്നാൽ ജനന സർട്ടിഫിക്കറ്റ് ഉൾപ്പെടെ ഹാജരാക്കാൻ തയ്യാറാകത്തിനെ തുടർന്നാണ് ഇവിടെ ഈ എടച്ചാക്കൈ അഴിക്കാൽ ജുമാ മസ്ജിദ് വെച്ച് വിവാഹം നടത്താൻ തയ്യാറായത്. പക്ഷേ ഈ ജുമാ മസ്ജിദ് സെക്രട്ടറിയാണ് ഇതിന് മുൻകൈ എടുത്തതെന്ന് പറയുന്നു. ഈ സെക്രട്ടറി എന്ന് പറയുന്നത് പടന്ന ഗ്രാമപഞ്ചായത്തിലെ 13-ാം വാർഡ് മെമ്പറാണ്. ഒരു ജനപ്രതിനിധിയുടെ സാന്നിധ്യത്തിലാണ് ഇത്തരത്തിൽ ഒരു ബാലവിവാഹം നടന്നത് എന്നാണ് ഏറ്റവും ഗൗരവപരമായിട്ടുള്ള ഒരു കാര്യം. ഈ സംഭവത്തിൽ ബാലവിവാഹ നിരോധന ഓഫീസറുടെ റിപ്പോർട്ട് പ്രകാരം കാഞ്ഞങ്ങാട് ജുഡീഷ്യൽ 1-ാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയുടെ നിർദ്ദേശപ്രകാരമാണ് 4 പേർക്കെതിരെ ഇപ്പോൾ ചന്ദേര പോലീസ് കേസെടുത്ത് മുന്നോട്ട് പോകുന്നത്. ഇന്ന് റഹ്മത്തുള്ളയുടെ മൊഴി മാത്രമാണ് എടുത്തത്. ഇതിൽ മറ്റു പ്രതികൾ ഇപ്പോൾ നാട്ടിലില്ല എന്ന വിവരം കൂടിയാണ് ഇപ്പോൾ ലഭിക്കുന്നത്. ഉന്മേഷ്. പ്രദീപ് നാരായണനാണ് കാസർഗോഡ് നിന്ന് വിശദാംശങ്ങൾ നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.